നമ്മൾ ട്രേഡ് പോയിട്ടുള്ളത് ക്രൂഡ് ഓയിലാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അന്ന് ട്രേഡ് കളർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു എന്താ പറയുക സൈഡ് വൈസ് മാർക്കറ്റിലായിരുന്നു. അതിന് ശേഷം ഈ ഏരിയയിലൊരു ബ്രേക്ക് കിട്ടി. അപ്പോൾ ആ ബ്രേക്ക് ഔട്ടിൽ ഒരു എൻട്രി പോയായിരുന്നു. ഇന്നത്തെ ട്രേഡ് ഭയങ്കര സിമ്പിളായിരുന്നു, കാരണം ആ ബ്രേക്ക് ഔട്ടിൻ്റെ കൂടെ തന്നെ പിവേട്ട് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൺഫർമേഷൻ വേറെ ഒന്നുമില്ല. ഏകദേശം ആ ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ തന്നെ ഈ ഒരു ഏരിയയിൽ ട്രേഡ് പോവുകയാണ് ചെയ്തത്. അത് സക്സസ്ഫുള്ളി ഏകദേശം എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് 0.8 ടാർജറ്റും 0.30 വരേണ്ടത് സ്റ്റോപ്പ് ലോസ്. പക്ഷേ ഇതിൻ്റെ സ്വിംഗ് ലോ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് 0.6 റേഞ്ച് വെക്കേണ്ട വന്നു. എന്നിരുന്നാലും എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു ഈ ട്രേഡ് എന്തായാലും അപ്സൈഡ് ടാർജറ്റ് ഹിറ്റ് ചെയ്യാനുള്ളൊരു മൂമെൻറ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്ത് ഏകദേശം കുറച്ച് നേരം ഹോൾഡ് ചെയ്തപ്പോഴേക്കും ടാർജറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു അപ്സൈഡ് മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് തോന്നും ഇനിയും ചിലപ്പോൾ മുകളിലേക്ക് പോകും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയണത് കറക്റ്റായിട്ടുള്ള ടാർജറ്റും കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസും മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 0.8 ഹിറ്റ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്ത് ഇന്നലത്തെ ഏകദേശം ഒരു ചെറിയൊരു ഹൈ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ആ ഹൈൻ്റെ ഏകദേശം ആ റേഞ്ചിനേക്കാളും കുറച്ച് മുകളിൽ പോയി, അല്ലെങ്കിൽ ആ റേഞ്ച് തന്നെ പറയാം, ക്ലോസിങ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ആ റേഞ്ചിലാണ്. അതിനുശേഷം മാർക്കറ്റ് പിന്നെ ഡൗൺ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റിവേഴ്സിൽ വരുമ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മുടെ ടാർജറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു റിവേഴ്സിൽ വന്ന് പിന്നെയും ആ ഒരു നമ്മുടെ റേഞ്ചിലേക്ക് വരാണെങ്കിൽ പിന്നെ അത് ഹോൾഡ് ചെയ്ത് നിൽക്കണതിൽ അർത്ഥമില്ല. കാരണം നമ്മൾ ഇത്രയും നേരം ഹോൾഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ക്ലോസ് ടു ക്ലോസ് എക്സിറ്റ് ആവാണെങ്കിൽ ബെറ്റർ. പക്ഷെ നമുക്കിത് ഓൾറെഡി ടാർജറ്റ് ഹിറ്റ് ചെയ്തു. പക്ഷേ ഇന്നലത്തെ ട്രേഡ് ഓപ്പോസിറ്റ് ആയിരുന്നു. ഹിറ്റ് ആവണൊക്കെ മുന്നേ ഇതേപോലത്തെ ഒരു റിവേഴ്സിൽ വരാണ് ചെയ്തത്. അപ്പോൾ കറക്റ്റ് അത് ടാർജറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം ഡൗൺ വന്ന് പിന്നെ ഏകദേശം ഈ ഒരു റേഞ്ചിൽ വന്ന് മാർക്കറ്റ് ക്ലോസ് ആവുക ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ.